നമസ്കാരം, എൻ്റെ പേര് ജിനുഷ. ഞാൻ ടീച്ചേഴ്സ് അക്കാദമിയിലെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഈ വർഷം കേട്ടിട്ട് എഴുതി പാസ്സായി. അതിൻ്റെ ഒരു നിറവിൽ നിൽക്കുകയാണ്. അഞ്ച് തവണ എഴുതി. ഇതിപ്പോൾ ആറാമത്തെ തവണയാണ് കേട്ടിട്ട് എഴുതുന്നത്. ഇപ്രാവശ്യം കിട്ടി. ഈ 5 തവണ ഞാൻ എഴുതിയതും എന്താ പറയുക, സിലബസ് ഫുള്ള് കവർ ചെയ്യാണ്ടെയും വേണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി അല്ലാതെയുമാണ് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടറ്റ് എന്നുള്ള ഒരു എക്സാമിൻ്റെ ഒരു നിലയും വിലയും മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ടീച്ചേഴ്സ് അക്കാദമി എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. അങ്ങനെ ക്ലാസ്സിന് ചേർന്നു. നല്ല ക്ലാസ്സാണ്, ഹെൽപ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സാണ്. പക്ഷേ എന്നിരുന്നാലും അവരുടെ എഫേർട്ട് അവരെടുക്കും. ബാക്കി ഒരു 80% നമ്മളാണ് എഫേർട്ട് എടുക്കേണ്ടത് പഠനത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ എത്രത്തോളം എങ്ങനെയാണോ പഠിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മൾ എക്സാം ഹാളിലുള്ള നമ്മളെ ഓരോ ക്വസ്റ്റ്യൻസും വിലയിരുത്തുന്നത്. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടി, നോട്ട്സ് കിട്ടി, എല്ലാ കണ്ടൻറ്റും കിട്ടി, അതിൽ കാര്യമില്ല. നമ്മൾ ആ ഓരോ കണ്ടൻറ്റിനെയും എങ്ങനെയാണോ സമീപിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളെ നിലവാരവും. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അവിടെ എന്താണോ നമ്മുടെ ഓരോ ഫാൾട്ടും മനസ്സിലാക്കുന്നതും ഒക്കെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ കോച്ചിങ്ങിന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കാം. ഒരു ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ആരും ലീവ് എടുക്കാൻ പാടില്ല. കാരണം ആ ലാസ്റ്റ് ടൈമിലുള്ള ആ ഒരു എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ഓവറോൾ നമുക്കൊരു വിലയിരുത്തൽ കിട്ടും. അതിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലബസിലെ എല്ലാ കണ്ടൻറ്റും മിസ്സായിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റിലേക്ക് ഓരോ ക്ലാസ്സും നല്ല എന്താ പറയുക ബോധത്തോടു കൂടി ഇരുന്ന് വേണം എന്നുള്ള ഒരു വിചാരത്തിൽ പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ ടീച്ചേഴ്സും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയാത്തതൊക്കെ ചോദിക്കാം. അതിനനുസരിച്ച് അവർ പറഞ്ഞു തരും. നമ്മളും അവരുടെ കൂടെ തന്നെ ഓടണം. പാതി വഴിയിൽ നിന്നാൽ കേട്ടറ്റും കിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ 5 വർഷം പോയിട്ടുള്ളത്. ഇപ്പോൾ ടീച്ചേഴ്സ് അക്കാദമിയിൽ വന്നു. അവർ പറയുന്ന രീതിയിലൂടെ നടന്നു, കിട്ടി, സന്തോഷം. ഇനി അങ്ങോട്ട് പഠനം തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി നല്ലൊരു ടീച്ചറായിട്ട് വരട്ടെ. അങ്ങനെ എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. നന്ദി.